കേരളം ഭരിക്കുക ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തെ ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക, അവരാണ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഒരു മാറാടും രണ്ടാം മാറാടും എന്നല്ല ഉണ്ടാവുക. അതിന് പറ്റിയ സമീപനമാണ് ലീഗ് സ്വീകരിക്കുന്നത്, അതിന് പറ്റിയ സമീപനമാണ് RSSും സ്വീകരിക്കുന്നത്. മാറാട് പോലെ ഒന്നാം മാറാടും രണ്ടാം മാറാടും നോക്കി നിന്നു. ഇവർ തലശ്ശേരി കലാപം നടക്കുന്ന സമയത്ത് നോക്കി നിന്നു. അതിനെ ശരീരം കൊടുത്തുകൊണ്ട് ജീവൻ ബലി കൊടുത്തുകൊണ്ട് നേരിട്ട പ്രസ്ഥാനമാണ് എൻ്റെ പ്രസ്ഥാനം. അധികാരം ഉറപ്പിക്കാനും അധികാരത്തിലേക്ക് തിരിച്ചു വരാനും പച്ചയ്ക്ക് വർഗീയത പറയാൻ ഒരു മടിയുമില്ലാതെ മുന്നണികൾ മത്സരിക്കുന്നു. LDF ആണോ UDF ആണോ കൂടുതൽ വർഗീയത പറയുന്നത് എന്നതിലും തർക്കമില്ല. LDF തന്നെ വർഗീയത പറയുന്നതിൽ മുന്നിൽ, അതും സമുന്നത നേതാക്കളിൽ നിന്നും മന്ത്രിയിൽ നിന്ന് പോലും. വർഗീയത പറഞ്ഞിട്ട് ഖേദം പ്രകടിപ്പിക്കുന്നവരും പറഞ്ഞതിൽ നേരിയ മാറ്റം വരുത്തുന്നവരും ഉറച്ചു നിൽക്കുന്നവരും അവരെയല്ല ഇവരെയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് കൈ കഴുകുന്നവരും ശ്രദ്ധിക്കുക. ആരെയാണ് ഉദ്ദേശിച്ചതെന്നറിയാൻ പ്രാപ്തിയുള്ളവരാണ് മലയാളികൾ. നിങ്ങൾ മലപ്പുറത്ത് നടന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ചു വന്നവരുടെ പേരൊക്കെ എടുത്ത് വായിച്ചു നോക്ക്. ഇവിടെ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാവരും ഒരു അമ്മമറ്റ മക്കളെ പോലെ ജീവിക്കുന്ന സ്റ്റേറ്റാണ്. ഇവിടെ എല്ലാവർക്കും പ്രവർത്തിക്കണം, എല്ലാവരും മത്സരിക്കണം, എല്ലാവർക്കും ജനാധിപത്യത്തിൽ പങ്കെടുക്കാൻ അവകാശമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ആകെ അങ്കലാപ്പിലാണ് CPM. ആര് എന്ത് പറയുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയാൽ പോലും മനസ്സിലാകില്ല. ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം കൈവിട്ടു എന്ന ആശങ്കയിലാണ് CPM. അവരുടെ നേതാക്കളുടെ പ്രസ്താവനയിൽ നിഴലിക്കുന്നത് ഇനി ഹൈന്ദവ വോട്ടുകളെ ഞങ്ങളെ അധികാരം നിലനിർത്താൻ സഹായിക്കൂ എന്ന അപകടകരമായ തോന്നലാണ്. ഇതിന് മുസ്ലിം വിരുദ്ധ പ്രസ്താവന നടത്താൻ ഒരു മടിയും കാട്ടാത്ത നേതാക്കൾ, അവരെ തള്ളിപ്പറയാത്ത അല്ലെങ്കിൽ മൗനം പാലിക്കുന്ന പാർട്ടി. ഇത് പതിവ് കാഴ്ച. വർഗീയ രീതിയിലുള്ള ഒരു പരാമർശം പാർട്ടിയുടെ ഒരു ഭാഗത്തും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാവുന്നത് ഒരു തരത്തിലും പാർട്ടി അംഗീകരിക്കുന്നില്ല. ഈ നിലപാടാണ് പാർട്ടി പൊതുവെ സ്വീകരിക്കുന്നത്. ആ പൊതു സ്വീകാര്യത നിലനിർത്തിക്കൊണ്ട് മാത്രമേ ഇനി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ പാടുള്ളൂ എന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കണ്ടിട്ടുണ്ട്. ഇല്ല, നടപടിയൊന്നുമില്ല. നടപടിയല്ലല്ലോ, എല്ലാറ്റിനും പരിഹരിക്കുകയല്ലേ. അദ്ദേഹം തന്നെ ആ കാര്യം ചൂണ്ടിക്കാണിച്ചല്ലോ, ഖേദം പ്രകടിപ്പിച്ചല്ലോ. പിന്നെ നടപടി എന്താണ്? അല്ലല്ല, ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞിട്ടല്ല ആദ്യം പറഞ്ഞതും, ഞങ്ങൾ പറഞ്ഞിട്ടല്ല ഈ പറഞ്ഞ ഖേദം പ്രകടിപ്പിച്ചതും. ഇന്നത്തെ കേരളം നമ്മുടെ രാജ്യത്തിന് മുന്നിലൊരു മാതൃകയാണ്. അതായത് വർഗീയ സംഘർഷങ്ങളില്ല, വർഗീയ കലാപങ്ങളില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ചിത്രം കേരളത്തിലുണ്ടായിരുന്നു. അതാണ് സഖാവ് AK ബാലൻ ഓർമ്മിപ്പിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയാണ് ഇവിടെ ആഭ്യന്തരമന്ത്രിയാകാൻ പോകുന്നത്. CPM തീരുമാനിച്ചിട്ടില്ല. CPM ഇങ്ങനെ പറയാൻ കഴിയോ? അത് മാത്രമല്ല, എങ്ങനെയാ ജമാഅത്തെ ഇസ്ലാമി പിന്നെ ഇവിടെ ആഭ്യന്തരമന്ത്രി ആവുക? ആഭ്യന്തരമന്ത്രി പോയിട്ട് ഒരു മന്ത്രിയാൻ കഴിയും അവർക്ക്? അതല്ലേ കേരളത്തിന്റെ സ്ഥിതി. ഇനി ഇവിടെ UDF അധികാരത്തിൽ വരാൻ പോകുന്നില്ല. UDF അധികാരത്തിൽ വരുമ്പോഴല്ലേ ജമാഅത്ത് അധികാരത്തിൽ വരുന്നില്ല എന്നുള്ള പ്രശ്നം പരിശോധിക്കേണ്ടത്. ആദ്യമായിട്ട് ഞാൻ പറയാ, അതൊന്നും കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. അപ്പം അതിൻ്റെ ഭാഗമായി ജയിലിൽ പോകാനാണ് അന്തിമ വിധിയെങ്കിൽ അത് സന്തോഷപൂർവം സ്വീകരിച്ച് ജയിലിൽ പോകും. NSS SNDP യോജിപ്പും CPM ഉദ്ദേശിക്കുന്ന ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതും അപകടകരമായ തീക്കളി. ശക്തമായ ഭരണവിരുദ്ധ വികാരത്തെ മതസാമുദായിക ധ്രുവീകരണത്തിലൂടെ നേരിടാനുള്ള തന്ത്രം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ശബരിമല വിഷയത്തിൽ പോലും പിണറായി സർക്കാരിന് പിന്തുണയുമായി വന്ന NSSനും SNDPക്കും പക്ഷേ വൻ തോൽവിയിൽ നിന്ന് LDFനെ രക്ഷിക്കാനായില്ല. വർദ്ധിത വീര്യത്തോടെ 100 സീറ്റ് എന്ന ലക്ഷ്യം പ്രഖ്യാപിച്ച VD സതീശനെ ഉന്നമിട്ടാണ് ഇപ്പോൾ സമുദായ ഐക്യ പ്രഖ്യാപനം നടത്തുന്നത്. SNDP NSS തമ്മിൽ കൊമ്പ് കോർക്കുന്ന ഒരു പ്രശ്നമേ ഇനി ഉണ്ടാകാൻ പോകും. ഏതെല്ലാം കാര്യത്തിൽ നിലപാടെടുക്കണമോ എന്നുള്ളതിനെപ്പറ്റി ഞാൻ ചർച്ച ചെയ്യും. രാഷ്ട്രീയ നിലപാടെടുക്കേണ്ടി വന്നാൽ അതെടുക്കും. അതെല്ലാം അവരവരുടെ നിലപാടനുസരിച്ച് സമദൂരത്തിൽ പോട്ടെ എന്ന് അവർ തീരുമാനിച്ചാൽ അങ്ങനെ പോകും. അതല്ലെങ്കിൽ ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടമനുസരിച്ച് രാഷ്ട്രീയ നിലപാടെടുക്കണമെന്ന് തീരുമാനിച്ചാൽ അങ്ങനെ പോകും. രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഇപ്പോൾ സമദൂരം തന്നെയാണ്. അതാരുമായിട്ടും ചർച്ച ചെയ്ത് മാറ്റാനൊന്നും പറ്റുന്ന കാര്യമില്ല. ആ ഒരു സമീപനം ആ സമീപനത്തോട് അദ്ദേഹത്തിന് യോജിപ്പുണ്ടോ ഇല്ലോ എന്നൊന്നും അറിയില്ല. അല്ലെങ്കിൽ ഞങ്ങളതിൽ കൂടെ പോകും, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ കൂടെ അദ്ദേഹത്തിന് പോകും. അത് ഐക്യത്തിന് തടസ്സമാവുകയും NSSൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ ഉണ്ട്.
ഇപ്പം NSSൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ 3-4 കാര്യങ്ങൾ അടിസ്ഥാനമായിട്ടുണ്ട്. അതിന് കോട്ടം വരുന്ന തരത്തിൽ ഒരു ഇത് ഉണ്ടാകത്തില്ല. പ്രവൃത്തി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളെ CPM തള്ളിപ്പറയാത്തപ്പോൾ ശക്തമായി എതിർക്കുന്നത് VD സതീശനാണ്. സുകുമാരൻ നായർക്കും പ്രിയങ്കരനല്ല VD സതീശൻ. സതീശനെ ഒറ്റപ്പെടുത്താനുള്ള നായർ ഈഴവ ഐക്യം. ഇതിനിടെ കോൺഗ്രസിനുള്ളിൽ പടലപ്പിണക്കമുണ്ടാക്കാനുള്ള അടവു നയവും. മറുവശത്ത് ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ UDF. ഞാൻ ചോദിക്കട്ടെ, രമേശ് ചെന്നിത്തലയ്ക്ക് ഉള്ള യോഗ്യത ഇവിടുത്തെ ഇന്ന് നിലവിലുള്ള കോൺഗ്രസ്സുകാർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? അന്ന് അത് അനുസരിച്ച് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ആരെയില്ല. അത് ഞങ്ങൾക്ക് എന്നാ ഗുണം കിട്ടാനാണ്? രമേശ് ചെന്നിത്തല ഇവിടുത്തെ മുഖ്യമന്ത്രിയെ ഞങ്ങൾക്ക് എന്നാ കിട്ടാൻ? അവരാരും യോഗ്യരല്ല. അപ്പൊ വരാൻ പോകുന്നത് എന്നാന്ന് കണ്ടറിഞ്ഞു. അതൊക്കെ ഈ തരത്തിലാണ് കയ്യിലിരിപ്പെങ്കിൽ അത് അതിൻ്റെ ഫലം അനുഭവിക്കും. ഞാൻ അവരുടെ പ്രായവും അവരിയ്ക്കുന്ന സ്ഥാനത്തെയും ബഹുമാനിച്ചുകൊണ്ട് ഒരു വാക്കും മോശമായിട്ട് ഞാൻ പറയില്ല. പക്ഷേ വർഗീയതയ്ക്കെതിരായിട്ട് പറയും. വർഗീയത ആര് പറഞ്ഞാലും പറയും. എനിക്കെന്ത് സംഭവിച്ചാലും അതായത് രാഷ്ട്രീയ നേതാക്കൾ പരിധി വിട്ട് സമുദായ നേതാക്കളെ ആശ്രയിച്ചൊരു കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് MLA ഇരിക്കുമ്പോൾ. എന്താ പറഞ്ഞത്? അവരൊക്കെ നല്ല ആളുകളാണെന്ന് പറഞ്ഞത് സമുദായ നേതാക്കൾ. അവരിയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ ഇരിക്കാനേ പാടുള്ളൂ, കിടക്കിടുന്നു. അത് രാഷ്ട്രീയ നേതാക്കളോടാണ് പറഞ്ഞത്. അവരിയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ പോയി ഇരുന്നാൽ മതി. ഇരിക്കാൻ പറയുമ്പോൾ കിടക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ വാചകം. മനസ്സിലായോ? ഞാൻ കിടക്കൂലല്ലോ അവരൊന്നും മുമ്പിൽ. ഞാൻ അവരുടെ മുമ്പിൽ ഇരിക്കുള്ളൂ അവരിയ്ക്കാൻ പറഞ്ഞാൽ. സാമുദായിക സംഘടനകൾ യോജിക്കുന്നതിൽ ഒരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല. അത് കുറേയൊക്കെ സാമുദായിക ഐക്യം ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കും. പിന്നെ അതുകൊണ്ടുണ്ടാവുന്ന രാഷ്ട്രീയമായിട്ടുള്ള ചലനങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് സമുദായ സംഘടനകൾ യോജിക്കുന്നതിൽ പാർട്ടി ഒരു തെറ്റും കാണുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടേതായ ഒരു നയമുണ്ട്. അതാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഗീയതയ്ക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം നമുക്ക് അനിവാര്യമാണ്. ഞാൻ NSSൻ്റെ SNDPയുടെ ഒന്നും പ്രാധാന്യം കുറച്ച് കാണുന്ന ഒരാളല്ല. അവരൊക്കെ കേരള സമൂഹത്തിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. SNDPയെ ബഹുമാനിക്കുന്നുണ്ട്, NSSനെ ബഹുമാനിക്കുന്നുണ്ട്. ഇവരെയൊന്നും മാറ്റി നിർത്തിയിട്ട് കേരളത്തിൽ സമൂഹം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമൂഹത്തോടൊക്കെ തന്നെ ബഹുമാനത്തോടെ നിന്ന് അവരോടൊക്കെ തന്നെ കാര്യങ്ങൾ ഏറ്റെടുക്കും. പക്ഷേ ഞങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കും. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പാർട്ടിയുടേതായ നിലപാടുണ്ട്, അത് ഉറച്ചു നിൽക്കും. സമുദായ നേതാക്കന്മാരുമായി നല്ല സൗഹൃദത്തിൽ പോകാനാണ് കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അവരുമായൊരു തർക്കത്തിന്, വ്യക്തിഗത തർക്കത്തിലേക്ക് ഞങ്ങളാരും നീങ്ങുന്നില്ല. അല്ലല്ല, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഒഴിവാക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ എല്ലാ ആളുകളുടെയും ആഗ്രഹം, ആവശ്യം. നല്ല സൗഹൃദം എല്ലാവരുമായിട്ട് നിലനിർത്താൻ ഞങ്ങൾ പൂർണ്ണമായിട്ടും പരിശ്രമിക്കും. ആരും ഒറ്റയ്ക്കല്ല. തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് പതിവാണെങ്കിലും ഭൂരിപക്ഷ ന്യൂനപക്ഷ വേർതിരിവുകൾ ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം മതനിരപേക്ഷതയിൽ ഊറ്റം കൊള്ളുന്നവർക്ക് നല്ലതല്ല. വികസനം മുന്നോട്ട് വെച്ച് BJP മൂന്നാം ശക്തിയാകാനുള്ള നീക്കം നടത്തുമ്പോഴാണ് ന്യൂനപക്ഷ ഭൂരിപക്ഷ വോട്ട് ബാങ്കുകൾ വേർതിരിച്ച് ലക്ഷ്യം വെച്ചുള്ള LDF UDF തീക്കളി.